ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് എപ്പോഴും ചർച്ചയാവുന്നത് അതിപ്പോൾ കുറേ എഴുതി പഠിക്കാനില്ലേ, കുറേ എഴുതി കൊടുക്കുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശം. അപ്പോൾ രാവിലെ തൊട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കഴിയുമ്പം കൈ കടയുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരുന്നു. ഐ വെന്റ് ഫോർ എ കാലിഗ്രഫി ക്ലാസ്. ഒന്ന് റീഗെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് വായിക്കാം. എനിക്ക് തന്നെ പല ഡോക്ടേഴ്സിൻ്റെയും ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. ഞാൻ ഹാൻഡ് റൈറ്റിങ്ങിൽ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഡോക്ടേഴ്സിന് ഹാൻഡ് റൈറ്റിംഗ് നേരെ കാണാത്തോണ്ടാവും. എൻ്റെയൊക്കെ നാളെ വളരെ നല്ല ഹാൻഡ്. പക്ഷെ മെഡിക്കൽ കോളേജിൽ വന്നു ശേഷം ഇപ്പം എൻ്റെ കാലിഗ്രാഫി പോക്കാം, കണ്ട് പഠിച്ച് ശീലിച്ചു. ക്വൈറ്റ് കോൺട്രറി, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വലിയ കുഴപ്പം. കുറച്ച് പേർക്ക് മോശം ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. അത് വളരെ മോശമായതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന മെഡിസിൻ മാറിക്കഴിഞ്ഞാൽ ലൈഫ് പോകും. അതുകൊണ്ട് 300 രോഗികളൊക്കെ നോക്കുമ്പോൾ 300ാമത്തെ രോഗിക്ക് ടാബ്ലറ്റ് എഴുതുമ്പോഴൊന്നും ഹാൻഡ് റൈറ്റിംഗ് മാറും. ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ലെജിബിൾ ആവണമല്ലോ, അറിയണമല്ലോ, മനസ്സിലാവണ്ടേ. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം ബിസി ആവുന്നത് കൊണ്ട് ഭയങ്കര ഷാബി ആയിരിക്കും. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അങ്ങനെയാണ്. സ്പീഡിൽ എഴുതുന്നത് കൊണ്ടായിരിക്കാം. മേ ബി ദെയർ മൈൻഡ് വർക്ക്സ് ഫാസ്റ്റർ ദാൻ ദെയർ. ബിഫോർ എനിക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് വി ആർ യൂസ് ടു ടൈപ്പിംഗ് അ ലോട്ട്. ഈ പേഷ്യൻസിനായിട്ട് സംസാരിച്ചിട്ട് എഴുതി സമയം കളയാൻ താല്പര്യമില്ല, അപ്പം അങ്ങ് എഴുതി പോവും. പിന്നെ നമ്മൾ എഴുതുന്നത് വേറൊരാൾ വായിച്ച് മനസ്സിലാക്കുന്നുള്ളൊരു കോൺഫിഡൻസിൽ അതങ്ങ് വിടും. Sometimes people say, when the brain works faster, so